നമ്മുടെ മാരേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത്. അപ്പൊ ഇതില് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. നമ്മുടെ മുസ്ലിം വിവാഹം എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഡിവോഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നോക്കാം. മുസ്ലിം വിഭാഗത്തിന്റെ 4 രീതികൾ. മുസ്ലിം വിവാഹത്തിന് മൊത്തത്തിൽ 4 രീതികളാണ് ഉള്ളത്. അപ്പം ഒന്നുകിൽ നിക്കാഹ് ആയിരിക്കും, അതും അല്ലെങ്കിൽ മൂത്ത, അതും അല്ലാന്നുണ്ടെങ്കിൽ ഫസൽ, അതും അല്ലെങ്കിൽ ബാറ്റിൽ. അങ്ങനെ എന്താ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മുസ്ലിം വിവാഹം നടത്താം. ഒന്നാമതായി നമുക്ക് നോക്കാൻ പോകുന്ന നിക്കാഹ്. നോർമലി ഈ ഒരു വിവാഹ രീതിയാണ് എല്ലാ മുസ്ലിംസും ഫോളോ ചെയ്യുന്നത്. നിക്കാഹിന്റെ പ്രത്യേകത ഒന്നുമില്ല. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രചാരമായിട്ടുള്ള ഒരു വിവാഹ രീതിയാണ് നിക്കാഹ്. സ്ത്രീയും പുരുഷനും പൂർണ്ണ സമ്മതത്തോടു കൂടി മുല്ല എന്ന് പറയുന്ന പുരോഹിതന്റെ പേരെയാണ് നമ്മൾ മുല്ല എന്ന് പറയുന്നത്. മുല്ലയുടെ മുമ്പിൽ പോയിട്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കുന്ന രീതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഈ നിക്കാഹ് കഴിച്ചതിന് ശേഷം ഇവർക്കൊരു കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തിൽ അവകാശമുണ്ട്? പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്. ഇതിനെയാണ് നമ്മൾ നിക്കാഹ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന രണ്ടാമതായിട്ടുള്ള ഒരു വിവാഹ രീതിയാണ് മൂത എന്ന് പറഞ്ഞ ഒരു വിവാഹ രീതി. അപ്പൊ മുത എന്ന് പറയുമ്പോൾ നമ്മുടെ സുന്നത്ത് കഴിച്ച മുസ്ലിംസ് ആരും അധികം ചെയ്യാത്ത ഒരു രീതിയാണ് ഈ ഒരു മുത എന്ന് പറഞ്ഞ രീതി. ഇതെന്ന് പറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിവാഹമാണ്. ഈ വിവാഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിവാഹത്തിന് എത്ര നാളത്തേക്കാണ് ഈ വിവാഹം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിവാഹ രീതിയാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം നമുക്ക് വരുത്താം. നമ്മൾ എഗ്രിമെന്റ് മാരേജ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെയാണ്. വിവാഹ രീതിയിൽ പിതാവിന്റെ സ്വത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജനിക്കുന്ന കുട്ടികളിൽ പിതാവിന്റെ സ്വത്തിന് അവകാശമുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് എന്തില്ല? ഈ ഒരു രീതി പ്രകാരം അവകാശം ഇല്ല. പിന്നെ വരുന്ന ഒരു വിവാഹ രീതിയാണ് ഫസൽ എന്ന് പറഞ്ഞ വിവാഹ രീതി. ഈ വിവാഹ രീതിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവാഹമാണ് ഫസൽ എന്ന് പറഞ്ഞ വിവാഹം. അതായത് മുസ്ലിങ്ങളുടെ വിവാഹ രീതിയിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന വിവാഹ രീതിയാണ് ഫസൽ എന്ന് പറയുന്ന വിവാഹം. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരാൾ 5ാമത് വിവാഹം കഴിക്കുന്നത്, അതേപോലെ തന്നെ ഒരാൾ അന്യമതത്തിൽ നിന്ന് വേറൊരു കുട്ടീനെ എന്ത് ചെയ്യുന്നത്, മുസ്ലിമിലേക്ക് കൊണ്ടുവന്ന് വിവാഹം കഴിക്കുന്നത്. ഇതൊക്കെ ഫസ്ദ് പ്രകാരമാണ്. പിന്നെ വരുന്ന 4ാമത്തെ ഒരു വിവാഹ രീതിയാണ് ബാറ്റിൽ എന്ന് പറഞ്ഞ വിവാഹ രീതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിവാഹത്തിന് ഒരു തത്വങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും, ഇപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഓരോ തത്വങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു തത്വവും ഫോളോ ചെയ്യാതെ ഉള്ള വിവാഹത്തെയാണ് നമ്മൾ ബാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം മുസ്ലിം വിഭാഗത്തിന്റെ തത്വങ്ങൾ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു വിവാഹ രീതിയാണ് ബാറ്റിൻ എന്ന് പറയുന്ന ഒരു വിവാഹ രീതി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് മുസ്ലിങ്ങളുടെ ഡിവോഴ്സ് എങ്ങനെയൊക്കെയാണെന്നാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ 3ആയി നമുക്ക് തരംതിരിക്കാം. ഒന്നുകിൽ ബുല, രണ്ടാമതുള്ളത് മുബാറക്ക്, മൂന്നാമത് തലാഖ്. അപ്പൊ തലാഖ് എന്ന് പറയുന്നത് നമുക്കറിയാം, തേന്മാവൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ ആ സിനിമയിൽ നമുക്ക് തലാഖ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ബാക്കി 2 കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോ ഒന്നാമതായി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഖുല. ഖുല എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഭാര്യയാണ് പറയുന്നത് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഭാര്യ പറയുന്ന ഒരു വിവാഹ രീതി, അല്ല, ഒരു ഡിവോഴ്സ് ആണ് ഖുല എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് മുബാറക്. മുബാറക് എന്ന് പറയുമ്പോൾ 2 കക്ഷികൾക്കും വിവാഹമോചനം വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിവാഹ ഡിവോഴ്സ് ആണ് മുബാറക് എന്ന് പറയുന്ന സംഭവം. ഈ ഒരു 12ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് വിവാഹത്തെ പറ്റിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വിവാഹത്തിലായിരിക്കും അവസാനിക്കുന്നത്. അതുകൊണ്ടാണ്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ തലാഖ്. തലാഖിന്റെ പ്രത്യേകത എന്തോന്നാണ്? തലാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം, അതായത് നിയമത്തിന്റെ സഹായം ഇല്ലാതെ പുരുഷൻ എന്ത് ചെയ്യാൻ പറ്റും? തലാഖ് ചൊല്ലി ഭാര്യനെ വിവാഹമോചനം ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തലാഖ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള രീതികളാണ് ഉള്ളത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് മുസ്ലിംസിന്റെ 4 രീതിയിലുള്ള വിവാഹത്തെ പറ്റിയിട്ടും, അത് മാത്രമല്ല 4 രീതിയിൽ മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിക്കാം. മുസ്ലിങ്ങൾ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയത്. ഇത് നമ്മുടെ മാരേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ്. ഇതും കൂടെ ചേർത്ത് 3 പാർട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പഴയ കാര്യങ്ങൾ കേട്ട് നല്ല രീതിയിൽ വായിച്ചൊക്കെ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എക്സാം ഓഫ് യുവിൽ നല്ല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.